പ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫാക്ടറികളിലേക്ക് കിടക്കാം. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനന്തശായിലുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണിത്. പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷ്ണു ക്ഷേത്രമായതിനാൽ ഒരുപാട് ഭക്തർ ഇവിടെ വരുന്നുണ്ട്. കേരളത്തിലെ ദ്രാവിഡ കേരളീയ ശൈലിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു മഹത്തായ ഗോപുരം ക്ഷേത്രത്തിൻ്റെ വളരെയധികം ആകർഷണീയത ഉയർത്തുന്നൊരു കാര്യമാണ്. ശില്പകല, ഭിത്തി ചിത്രങ്ങൾ, സ്വർണ്ണമണ്ഡപം എന്നിവ ക്ഷേത്രത്തിൻ്റെ മറ്റു പ്രത്യേകതയാണ്. 18 അടി നീളമുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. 3 വാതിലുകളിലൂടെ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനെ ദർശിക്കാൻ പറ്റുള്ളൂ. തിരുവിതാംകൂർ രാജകുടുംബമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 1750-ൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ രാജ്യം ഭഗവാന് സമർപ്പിച്ചിരുന്നു. തൃപ്പടി ദാനം എന്നാണ് അത് അറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ മുഴുവൻ സമ്പത്തും സൈന്യവും മുഴുവനായും തന്നെ ക്ഷേത്രത്തിന് സമർപ്പിക്കാനുണ്ടായത്. അതിനുശേഷം ശ്രീ പത്മനാഭൻ്റെ ദാസനായി മാർത്താണ്ഡവർമ്മയും തുടർന്നുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരും രാജ്യം ഭരിക്കാനുണ്ടായത്. അതുപോലെ തന്നെ 2011 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് അഥവാ നിധി എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ക്ഷേത്രത്തിൻ്റെ കല്ലുകൊണ്ടുള്ള അറകൾ തുറന്നു നോക്കുകയും ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ശേഖരമുള്ളതായി കണക്കാക്കുകയും ചെയ്തു. ബി നിലവറയിൽ ആണ് ഏറ്റവും അധികം സമ്പത്ത് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നതായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ബി നിലവറ നിലവിൽ തുറന്നു നോക്കിയിട്ടില്ല. 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അതായത് 108 മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായാണ് പത്മനാഭസ്വാമി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്.